പുതുതലമുറയിലെ ചെറുപ്പക്കാരുടെ ട്രെൻഡുകളും അതിൻ്റെ മറുപുറവും മറനീക്കുകയാണ് വാർത്താവിചാരത്തിൽ സണ്ണി കോക്കാപ്പള്ളിൽ. ന്യൂ ജനറേഷൻ ട്രെൻഡുകൾ. സത്യം അറിയാനെന്ന പേരിൽ ഗുഡ്നസ് ടിവിയിൽ തിങ്കളാഴ്ചകളിൽ രാത്രി 8:30 ചോദ്യോത്തര പരിപാടി ശ്രദ്ധേയമാണ്. തലശ്ശേരി അതിരൂപത സഹായമെത്രാനും പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനുമായ മാർ ജോസഫ് പാംപ്ലാനിയാണ് യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 9 ന്യൂ ജനറേഷൻ ട്രെൻഡുകളെ പറ്റിയായിരുന്നു യുവജനങ്ങളുടെ ചോദ്യം. അതിലൊന്ന് ഡാവിഞ്ചി കോഡിനെ കുറിച്ചായിരുന്നു. ഈ പേരിലുള്ള പുസ്തകവും സിനിമയുമൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനേകരെ ആകർഷിക്കുകയുണ്ടായി. ഇതിനെപ്പറ്റിയുള്ള ചില കുട്ടികളുടെ ചോദ്യം കേൾക്കുമ്പോൾ ലജ്ജിച്ചു തല താഴ്ത്തുന്നു. ഡാവിഞ്ചി കോഡിൽ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ വാസ്തവമാണെന്ന് നിരവധി യുവജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. യേശുവിനെപ്പറ്റി ഒരു കെട്ടുകഥയുണ്ടാക്കി അത്യന്തം വികലമായി ചിത്രീകരിച്ച ഒന്നാണ് ഡാവിഞ്ചി കോഡ്. ഡിസ്കവറി ചാനലിൽ 14 എപ്പിസോഡുകളിലായി പണ്ഡിതരും ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥയാണ് ഡാവിഞ്ചി കോഡെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഡാൻ ബ്രൗൺ എന്ന വ്യക്തിയുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു നുണക്കഥയെ അന്ധമായി വിശ്വസിക്കാൻ തക്കവിധം വിശ്വാസ ശൈഥില്യം ബാധിച്ചവരാണോ നമ്മുടെ യുവജനങ്ങൾ? KCYM-ന്റെ പേരിൽ വന്നവരിൽ നിന്നാണ് ഈ ചോദ്യം ഉയർന്നതെന്ന് ഓർമ്മിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി യുവജനങ്ങൾ ഡാവിഞ്ചി കോഡിന്റെ വാസ്തവികതയെ ന്യായീകരിച്ചുകൊണ്ട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ മതബോധനത്തിന്റെ പോരായ്മയാണ് ഇത്തരം അപജയങ്ങൾക്ക് കാരണമെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. യേശുവിന് മഗ്ദലന മറിയത്തിൽ ഒരു കുഞ്ഞു ജനിച്ചുവെന്നും അതിന്റെ പിൻഗാമികൾ ഫ്രാൻസിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അത് ശാസ്ത്രീയമായി തെളിയിക്കുന്നുവെന്നും ഒരു വിഡ്ഢി എഴുതിയത് കണ്ടപ്പോഴേക്കും സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉപേക്ഷിക്കാൻ തക്കവിധം ബുദ്ധിമരവിച്ച യുവജനത്തോട് 12 കൊല്ലം സൺഡേ ക്ലാസ്സിൽ പോയി എന്തിനു സമയം കളഞ്ഞുവെന്നാണ് ചോദിക്കാനുള്ളത്. ഒരർത്ഥത്തിൽ സഭ ഗൗരവമായി ഇനിയും ചിന്തയിലെടുക്കാത്ത ഒരു വിഷയമാണിത്. 12 വർഷം തുടർച്ചയായി മതബോധനത്തിൽ മുഴുകിയിട്ടും ഒരു സങ്കീർത്തനമെങ്കിലും കാണാതെ ചൊല്ലാനോ ഏതാനും വാചകങ്ങളിൽ ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന ചൊല്ലാനോ അറിയാത്തവരായി കുട്ടികൾ പുറത്തേക്ക് വരുന്നു. പാഠത്തിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് മേടിക്കുന്നതല്ല മതബോധനം. സഭയുടെ അടിസ്ഥാനമായ വിശ്വാസ പ്രമാണത്തെ ആഴത്തിൽ പഠിപ്പിക്കാത്തതാണ് ഒരു പ്രധാന പോരായ്മ. ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഉതകുന്ന ക്രിസ്തീയ ജീവിതശൈലിയെ പരിശീലിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി ഇനിയും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ അതിന്റെ പിന്നാലെ എടുത്തുചാടി പോകാതിരിക്കില്ല. 12 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ക്രിസ്തുവിനെ അറിയാത്തവരായി പുറത്തുപോകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ഇനിയും വച്ചുകൊണ്ടിരിക്കരുത്. വെറുതെയല്ല, ഒരാൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് സത്യവിശ്വാസത്തെ ഉപേക്ഷിച്ചു പോകാൻ പലർക്കും മടിയില്ലാത്തത്. കാലത്തിനു മുൻപേ പറക്കേണ്ടവരാണ് നാം. അതിനു പറ്റിയില്ലെങ്കിൽ ഒപ്പമെങ്കിലും പറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. സ്വവർഗ ലൈംഗികത മാർപ്പാപ്പ എന്താണ് പറഞ്ഞത്? ഇക്കഴിഞ്ഞ നാളുകളിൽ ലോകം വളരെയധികം ചർച്ച ചെയ്ത ഒന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗ ലൈംഗിക ആഭിമുഖ്യത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ. സ്വവർഗ വിവാഹം മാർപ്പാപ്പ അനുവദിച്ചെന്നും അവർക്ക് കുടുംബമായി ജീവിക്കാൻ മാർപ്പാപ്പ അനുവാദം കൊടുത്തെന്നും വാർത്താ ഏജൻസികൾ വച്ചുകാച്ചി. ചാനലുകളിൽ ബ്രേക്ക് ന്യൂസായി ഇത് പ്രത്യക്ഷപ്പെട്ടു. കത്തോലിക്ക ലോകം ഞെട്ടിത്തെറിച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത്. വാസ്തവത്തിൽ എന്താണ് മാർപ്പാപ്പ പറഞ്ഞതെന്ന് നോക്കാം. സ്വവർഗ ലൈംഗിക ആഭിമുഖ്യമുള്ളവർക്ക് ഒരു കുടുംബത്തിന്റെ ഭാഗമായിരിക്കാൻ അവകാശമുണ്ട്. അവരും ദൈവത്തിന്റെ മക്കളാണ്. അതിനാൽ ഒരു കുടുംബമുണ്ടാകാനുള്ള അവകാശമുണ്ട്. ആരും അവരുടെ കുടുംബത്തിൽ നിന്നും പുറത്തെറിയപ്പെടരുത്. ഇക്കാരണത്താൽ ദുരിതമനുഭവിക്കാൻ അവർക്കിടയാകരുത്. അതിനായി ഒരു സിവിൽ നിയമമുണ്ടാകണം. അങ്ങനെ നിയമപരിരക്ഷ അവർക്കുണ്ടാകണം. സ്പാനിഷ് ഭാഷയിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ എന്തുമാത്രം തെറ്റിദ്ധാരണയാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്. സ്വന്തം കുടുംബത്തിൽ നിയമപരിരക്ഷ വേണം എന്ന് പറഞ്ഞതിനെയാണ് സ്വവർഗ ലൈംഗികാഭിമുഖ്യമുള്ളവർ തമ്മിൽ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കാൻ മാർപ്പാപ്പ പറഞ്ഞുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചത്. ഇതുപോലെ മാർപ്പാപ്പയുടെ പേരിൽ നിരവധി അഭിപ്രായങ്ങൾ തൽപര കക്ഷികൾ ഉയർത്തുന്നുണ്ടെന്ന യാഥാർത്ഥ്യത്തെ നാം അവഗണിക്കരുത്.
നിശബ്ദമാകുന്ന ദേവാലയങ്ങൾ. അമേരിക്കയിലെ പൈൻ ടോപ്സ് ഫൗണ്ടേഷൻ പ്രസിദ്ധപ്പെടുത്തിയ ദ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. യഥാർത്ഥ ക്രിസ്തീയത യുവജനങ്ങൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ വിശ്വാസരാഹിത്യം കുടികുത്തി വാഴുന്ന ഒരു തലമുറയായിരിക്കും ഉണ്ടാവുക എന്നത് വേണ്ടത്ര പഠനത്തിന്റെ വെളിച്ചത്തിൽ ഈ റിപ്പോർട്ട് സമർത്ഥിക്കുന്നു. യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്താൻ ഇന്ന് അവലംബിക്കുന്ന രീതികളൊന്നും സ്ഥായിയായ ഫലമുളവാക്കുന്നതല്ല. കലാകായിക വിനോദങ്ങൾ, സാമൂഹ്യ സമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചതുകൊണ്ടൊന്നും യുവജനങ്ങളെയും കുട്ടികളെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമാകില്ല. സുവിശേഷമാണ് അവരിലെത്തേണ്ടത്. നിരന്തരമായ ആത്മീയ പരിശീലന പരിപാടികൾ വേണം. പുറത്ത് ലഭ്യമായ കാര്യങ്ങൾ നൽകി ആരെയും ആകർഷിക്കാമെന്ന് കരുതരുത്. ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ കഴിയുന്ന അവസരമുണ്ടായില്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ആ വിധത്തിലുള്ള ആത്മീയ ശുശ്രൂഷകൾ ഇനിയും രൂപപ്പെടുത്തണം. സുവിശേഷ പ്രഘോഷണവും പ്രേക്ഷിത പ്രവർത്തനവും വളരെയധികം വർദ്ധിപ്പിക്കണം. ആധികാരികമായ ഈ പഠന റിപ്പോർട്ട് അമേരിക്കയിൽ മാത്രമല്ല, ലോകമെങ്ങും പ്രസക്തിയുള്ളതാണ്. ചുരുക്കത്തിൽ, യുവജനങ്ങൾക്കും കുട്ടികൾക്കും വിശ്വാസ പരിശീലനം നൽകുന്നതിൽ ഒരു പൊളിച്ചെഴുത്ത് കാലം ആവശ്യപ്പെടുന്നു.